അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു 194 വേൾഡ്. അങ്ങനെ എന്താ ഞങ്ങൾ ആഗ്രഹിച്ച് ഒടുവിൽ ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ടൊക്കെ എന്നോട് പറയുന്നത് ഞങ്ങൾക്ക് ഫെസ്റ്റിന് പോകണമെന്ന്. അപ്പോൾ നടുവണ്ണൂർ അതുപോലെ അത്തോളിയൊക്കെ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്തോളിയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകാൻ വിചാരിച്ചൊന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ പരിപാടി ഉണ്ടായിട്ട്. അപ്പോൾ പിറ്റേന്ന് ഞങ്ങൾ ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആട്ടോ ഞങ്ങൾ കൊച്ചു സന്തോഷങ്ങൾ. വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തൊക്കെ പോകണം, പിന്നെ അതുപോലെ കുറച്ച് ഫുഡൊക്കെ അടിക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, അങ്ങനെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് അകത്തേക്ക് പോയപ്പോൾ ഇത് കണ്ടോ, നല്ല ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഇറേസർ, അതുപോലെ പെൻസിൽ, പിന്നെ കളർ കൊടുക്കാൻ പറ്റിയ പെയിൻറ്റിങ്, ക്രയോൺസ്, അങ്ങനെ കുട്ടികൾക്ക് പറ്റിയ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്കുള്ള ലോഷന്, ക്ലീനിങ് എസെൻഷ്യൽ ആയിട്ടുള്ള ലോഷന്, ഹാർപ്പിക്ക്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചെടിച്ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ സ്കാർഫ്, ഇതൊക്കെ നല്ല വില കുറവിനുണ്ടായിരുന്നു കേട്ടോ. സ്കാർഫ് എന്ന് പറഞ്ഞാൽ ഒന്നിന് 100 ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഉള്ളിലൊക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാം സെറ്റായിട്ടൊക്കെ തിരിച്ച് വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് ഉള്ളിലോട്ട് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ എല്ലാം സെറ്റാക്കി വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് അടുത്ത സെക്ഷനിലായിട്ട് കുറച്ച് സ്പ്രേ ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് വേണ്ട വിത്തുകളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കുക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ചട്ടി, പിന്നെ അതുപോലെ നമുക്ക് വെള്ളം ശേഖരിച്ച് വെക്കാൻ പറ്റിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പാത്രം ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചവിടെ വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതാ 3 ആൾ കൂടി ഒരാൾക്ക് ഷൂ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാട് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അവൻ എവിടെ പോവുകയാണെങ്കിലും ബൂട്ടോ അല്ലെങ്കിൽ ഷൂവോ ഇടണം കേട്ടോ. നമ്മൾ ചെരുപ്പ് ഇടാൻ പറഞ്ഞാലൊന്നും കേൾക്കൂല. അങ്ങനെ ആ ഷൂ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 3 ആൾ കൂടി പാടുപെട്ട് ഷൂ ഒക്കെ അയച്ചു. അപ്പോൾ അതാ പിന്നെ കളിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് അവന് കളിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നെ കേട്ടോ ഷൂ ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. കാലത്തെ മണ്ണൊക്കെ നല്ലോണം തട്ടി ഷൂ ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഉക്കനെ ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ എന്താ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് അവരൊന്ന് കളിപ്പിച്ചിട്ട് ക്യാഷ് വാങ്ങി വെച്ചാൽ മാത്രം മതിയല്ലോ. പക്ഷേ അവർ അതല്ല കേട്ടോ, കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഒരു ഫാൻസി ഐറ്റംസൊക്കെ ഉള്ള ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല രസമുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വള, മാല, പിന്നെ അതുപോലെ റിങ്സ്, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ കുറേ ഹെയറിൽ നമുക്ക് ഇടാൻ പറ്റിയ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അങ്ങനെ വളയും മാലൊന്നും അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഹെയറിൽ ഇടാൻ പറ്റിയ കുറേ ഇതേപോലെയുള്ള ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഹെയറിലിടാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ പറ്റുന്നവർ, കാണാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും പോയി കാണാം. ഈ ഫാൻസി ഐറ്റംസിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ടോയ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നല്ല അടിപൊളി ടോയ്സൊക്കെ ഉണ്ട്. ചെറുതും വലുതുമായിട്ട് കുറേ ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾ എന്തായാലും ഒന്നെങ്കിലും വാങ്ങാതെ കുട്ടികളാരും തിരിച്ചു വരില്ല. അങ്ങനെ ഇവിടുന്ന് കുട്ടികൾക്ക് കുറച്ച് ടോയ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ എവിടെ പോയാലും അവർക്ക് കാര്യമായിട്ട് ബോൾ കിട്ടിയാൽ മതി കേട്ടോ. ബോൾ ഇച്ചേഴ്സിനൊക്കെ ബോൾ നിർബന്ധമാണ് കേട്ടോ. എത്ര ബോൾ വാങ്ങിയാലും ബോൾ പിന്നെയും വാങ്ങണം കേട്ടോ. അങ്ങനെ ബോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടോ, ഇന്നോസ് ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് തൊട്ടൊക്കെ നോക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇന്നോസിനൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടാൽ എല്ലായിടത്തും ഒന്ന് ഉഷാറായിട്ട് മുപ്പര് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കയറാൻ പറ്റിയ തോണിത്തൊട്ടിൽ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അതിലൊന്നും കയറാനില്ല, കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവരെയും കൊണ്ട് കയറാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അവർക്കാണെങ്കിൽ പേടിയാണ്. അതുകൊണ്ട് കയറാനായിട്ട് സമ്മതിക്കാറില്ല കേട്ടോ. ഒക്കെ ഭയങ്കര പേടിയാണ് അതിലൊക്കെ കയറുന്നത്. അപ്പോൾ എനിക്ക് പൊതുവേ ഇഷ്ടമാണ്, പക്ഷേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് കയറാൻ സമ്മതിക്കാറില്ല. അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാം. അതുപോലെ വേണമെങ്കിൽ കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം കേട്ടോ. കളിക്കാനല്ല, കാര്യമായിട്ട് ഫോട്ടോ എടുക്കാനാണ്. അപ്പോൾ അവർ അവിടെ പോയപ്പം ബോളൊക്കെ ഉണ്ടായപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചു കേട്ടോ. പിന്നെ അപ്പോൾ കുട്ടികളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ കുറേ ഫുഡ് കഴിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നോ കുറേ ടോയ്സ് വാങ്ങണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താലൊക്കെ അതൊക്കെ മതി കേട്ടോ. പിന്നെ നിർബന്ധം എന്താണെന്ന് വെച്ചാൽ ബോൾ എന്തായാലും അവർക്ക് കിട്ടണം കേട്ടോ. ബോൾ കൊണ്ട് കളിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഇതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കണം ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു MR കയറിയിട്ട് ഫുഡ് പാർസൽ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കണം നല്ലത്. കാരണം കുട്ടികൾ കൊണ്ടിട്ട് സമ്മതിക്കില്ല കേട്ടോ. നമുക്ക് നല്ലോണം അടിഞ്ഞിരുന്ന് ഫുഡ് കഴിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിട്ടോ. അപ്പോൾ ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത് കാണാൻ എന്ത് രസമല്ലേ. അത് മാത്രമല്ല ചില സമയങ്ങളിൽ നമ്മൾ സ്ത്രീകളെക്കാട്ടി അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിയിൽ ഫുഡ് ഉണ്ടാക്കും കേട്ടോ ഈ ആണുങ്ങൾ. പിന്നെ ഈ ചിക്കൻ എന്നെ നോക്കി ചിരിക്കുകയാണ്, ഗേൾസ് എന്നെ കൊതിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്